ഇന്ന് ഏതായാലും ബാങ്കേഴ്സ് സമിതി യോഗമാണ്. വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് ഇന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നുണ്ട്. കാർഷിക വായ്പകളും അല്ലാതെയുള്ള വായ്പകളുടെ തിരിച്ചടവിനുമൊക്കെയാണ് മൊറട്ടോറിയം ഉണ്ടാവുക. വായ്പകൾ എഴുതി തള്ളണമെന്ന ആവശ്യവും ശക്തമാണ്. രശ്മി തന്നെയാണ് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ നൽകുന്നത്. രശ്മി, ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഈ വായ്പകൾ എഴുതി തള്ളണമെന്നുള്ളതാണ്. പക്ഷേ ആ മേഖലയിൽ ഒന്നാകെ ഉള്ള വായ്പകൾ, അതിൻ്റെ കണക്കുകൾ എടുത്ത ശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അത്തരമൊരു തീരുമാനത്തിലേക്കൊക്കെ ബാങ്കേഴ്സ് സമിതിക്ക് കടക്കാൻ കഴിയുക. എങ്കിലും സജീവമായി മൊറട്ടോറിയം തന്നെയാണ് പരിഗണനയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. മറ്റെന്തൊക്കെ അവരുടെ ആലോചനയിൽ ഉണ്ടാകും? വീണ, ഇന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള യോഗമാണ്. രാവിലെ 10:30-ക്കാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചേംബറിലാണ് യോഗം ചേരുക. ഉന്നത ബാങ്ക് അധികാരികളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും ഈ ദുരിതബാധിതരുടെ വായ്പകൾ, അത് സംബന്ധിച്ച് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നത് സംബന്ധിച്ചായിരിക്കും യോഗം പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഈ ദുരിതബാധിതരായവരുടെ വായ്പകൾ, അവരുടെ ആ ഒരു വായ്പകൾ എഴുതി തള്ളാൻ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം പരക്കെ ഉയർന്നിരുന്നു. അല്ലെങ്കിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, ഇതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ന് ചർച്ചയാവുക. ഈ പ്രധാനമായും അവരോട് ഒരു മാനുഷിക പരിഗണന കാണിക്കണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ തന്നെ വ്യാപകമായി ഉയർന്നിരുന്നൊരു സാഹചര്യമുണ്ട്. കൃത്യമായി ഇതിന്റെ കണക്ക് ഉൾപ്പെടെ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അടുത്തിടെ ഈ അക്കൗണ്ടുകളിൽ നിന്ന് EMI പിടിച്ച ഉൾപ്പെടെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും കൃത്യമായി ഇതിന്റെ കണക്കെടുത്തതിന് ശേഷം മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാകുമോ, അല്ലെങ്കിൽ കാർഷിക വായ്പകൾ ഉൾപ്പെടെ എഴുതി തള്ളാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ 10:30-ക്കാണ് യോഗം ആരംഭിക്കുക. വീണ.